പറഞ്ഞിട്ട് മാഷ് കോർഡിനേറ്റ് ചെയ്തോളൂ. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശൗര്യയജ്ഞത്തിന്റെ 154 എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പറയേണ്ടിയിരുന്ന ആൾക്ക് പനി പിടിച്ചതിനാൽ പകരം റേഡിയോ സൈഡ് MMC, അതായത് മീഡിയ സെന്ററിൽ വർക്ക് ചെയ്യുന്ന സേവ ചെയ്യുന്ന ശ്രീമതി അരുന്ധതിയാണ് നമ്മൾക്ക് വേണ്ടി എല്ലാം വായിക്കുന്നതും പറയുന്നതുമൊക്കെ. ഇന്ന് നമുക്ക് കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ സതീഷ് മാഷാണ്. മാഷെ, ടേക്ക് ഓവർ. സായിരാം. സായിരാം. നമ്മൾ ഈ സാധനായജ്ഞം തുടങ്ങിയിട്ട് ഇന്ന് 154 ദിവസമാണ്. വളരെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഒരു സായി കണക്റ്റ് ആണ്. ഈ അരമണിക്കൂർ തീർച്ചയാണ് ഇതിൽ പങ്കെടുക്കുന്നവരുടെയൊക്കെ മനസ്സ് ഭഗവാനിൽ റിവറ്റഡ് ആയിരിക്കും. അത് വളരെ പാക്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഒരു 10 മിനിറ്റ് വായനയുണ്ട്, സായി വാണിയുടെ അനുഭവം പങ്കുവയ്ക്കൽ ഒരു 10-12 മിനിറ്റ് ഉണ്ട്, 15 മിനിറ്റ് വരെ ആവാം. പിന്നെ ഒരു വീഡിയോ സന്ദേശം 5-6 മിനിറ്റുള്ള ഭഗവാന്റെ വീഡിയോ സന്ദേശം, ഒരു ചെറിയ ഭജന, ഒരു സായി തത്വം. അപ്പൊ ഇത്രയും ആവുമ്പോൾ ഈ അരമണിക്കൂർ. അപ്പൊ തീർച്ചയായിട്ടും ഇത് പങ്കെടുക്കുന്നവർക്ക് നല്ലൊരു സാധന തന്നെയാണ് ഈ അരമണിക്കൂർ. അപ്പൊ ഭഗവാന്റെ 100ാം ജന്മദിനം വരുന്ന നവംബർ 23 വരെ ഇത് നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്നതാണ്. ഒരുപാട് പേർക്ക് ഇതിലിങ്ങനെ പങ്കെടുക്കാൻ അവസരം വരുന്നു, അവരുടെ അനുഭവങ്ങൾ റികളക്ട് ചെയ്യാൻ സാധിക്കുന്നു, നമുക്ക് പുതുതായിട്ട് നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നു. അപ്പൊ എന്തുകൊണ്ടും നല്ല ധന്യമായിട്ട് തന്നെ ഈ ദിവസങ്ങൾ പോകുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. ഇന്ന് പറയേണ്ടിയിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ധന്യ രാജേഷ് എന്ന് പറഞ്ഞ മാമാണ്. പക്ഷെ അവർക്ക് പനിയായത് കാരണം സത്യസായി മീഡിയ സെന്ററിൽ വർക്ക് ചെയ്യുന്ന ശ്രീമതി അരുന്ധതിയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അപ്പോ ഇതില് നമ്മളിപ്പോ 3 ഓങ്കാരവും സായി ഗായത്രിയും പറഞ്ഞ ശേഷം അരുന്ധതി മാം വീഡിയോ ഓൺ ആക്കിയിട്ട് സത്യസായി വാണി വായിക്കുക 10 മിനിറ്റോളം. ഞാൻ 3 ഓങ്കാരവും സായി ഗായത്രിയും പറയാം. ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി അരുന്ധതി മാം വീഡിയോ ഓണാക്കിയിട്ട് ശ്രീ സത്യസായി വാണി വായിച്ചോളൂ. ഒരു 10 മിനിറ്റിൽ നിർത്താൻ ശ്രമിക്കൂ. സായിരാം. എല്ലാവർക്കും സായിരാം. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ സായീശ്വര. ഐന്ദ്രിക തൃഷ്ണകളെ കർപ്പൂരം പോലെ കത്തിക്കുക. പ്രാർത്ഥന, പശ്ചാത്താപം എന്നിവയിലൂടെയും പ്രേമജലത്താലും ഹൃദയം ശുദ്ധീകരിക്കൂ. അപ്പോൾ മോഹമാലിന്യങ്ങൾ നീങ്ങും. ഹൃദയത്തിൽ ഈശ്വരാനുഗ്രഹ പ്രവാഹമുണ്ടാകും. ഈശ്വരപ്രാപ്തിക്ക് ലോകഭ്രാന്തിയും ദേഹഭ്രാന്തിയും കൈവെടിഞ്ഞേ പറ്റൂ. ഇരുവഞ്ചികളിലായി നിൽക്കരുത്. 20ഓ 25ഓ കൊല്ലക്കാലം നിങ്ങൾ പ്രശാന്തി നിലയത്തിൽ താമസിക്കുകയാണെങ്കിലും ധ്യാനാദികൾക്ക് പകരം മുഴുവൻ സമയവും ലൗകിക സുഖ സൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ താമസം വൃഥാവിലായിത്തീരും. ഒരു പുരോഗതിയും ഉണ്ടാവില്ല. ഭജനാന്ത്യത്തിൽ കാണിക്കുന്ന കർപ്പൂരാരതി നമ്മുടെ ഐന്ദ്രിക തൃഷ്ണകളെ മുഴുവനും കത്തിച്ച് ഭഗവത് ജ്യോതിസിൽ ലയിക്കുവാൻ ആത്മാർപ്പണം ചെയ്യണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു വൃദ്ധക്ക് 2 പൗത്രിമാരുണ്ടായിരുന്നു. അവരിൽ ഒരുത്തി കർക്കശയും മറ്റൊരുത്തി വിനയമുള്ളവളും. വീട്ടിൽ നിന്നും വിടവാങ്ങുമ്പോൾ അവർ രണ്ടുപേരും മുത്തശ്ശിയെ നമസ്കരിച്ചപ്പോൾ മുത്തശ്ശി കർക്കശയെ ഇങ്ങനെ അനുഗ്രഹിച്ചു: നിന്റെ ഗൃഹമുറ്റത്തിലെ തോരണങ്ങളും രംഗവല്ലി കോലങ്ങളും എന്നും മാഞ്ഞുപോകാതെ നവീനമായിരിക്കട്ടെ. വാസ്തവത്തിൽ അവൾ ഉദ്ദേശിച്ചത് സന്താനരാഹിത്യ ശാപം തന്നെ ആയിരുന്നു. മറ്റേ പെൺകുട്ടിയെ ഇപ്രകാരം അനുഗ്രഹിച്ചു: നിന്റെ ഗൃഹമുറ്റം എന്നും വൃത്തികേടായിരിക്കട്ടെ. നിന്റെ പണസഞ്ചിയിൽ കാശില്ലാതാകട്ടെ. ഇതിന്റെ ആന്തരാർത്ഥം ആ പെൺകുട്ടിക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകട്ടെ എന്നാണ്. കുട്ടികളാണല്ലോ അവരുടെ കുട്ടികളിൽ എല്ലാം താറുമാറാക്കുന്നത്. മുത്തശ്ശിമാർ വിവാഹിതകളെ ഇങ്ങനെയൊക്കെയാണ് അനുഗ്രഹിക്കാറുള്ളത്. മുഖത്തിലെ ആദ്യത്തെ ഒരു അനുഗ്രഹം രണ്ടാമത്തേത് ഭാവവുമായി തോന്നും.
ആദ്യാർത്ഥം വിപരീതമാണ്. ഒന്നും ചോദിക്കപ്പെടാതെയാണ് മുത്തശ്ശി അനുഗ്രഹിച്ചത്. സൽഗുണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന വിനീതനും സത്യസന്ധനുമായവന് ഭഗവതി അനുഗ്രഹം ലഭിക്കും. വിഘ്നങ്ങൾ സുരക്ഷിതത്വത്തെ ഉറപ്പിക്കുന്നു. ഈശ്വര സാക്ഷാത്കാര പ്രാപ്തിക്കും ദൃഢമായൊരു സാധനാ കർമ്മ പരിപാടിയിൽ ഉറച്ചു നിൽക്കാനുമുള്ള നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടാകണം. അലയിൽ വിശ്വാസമില്ലെങ്കിൽ സമുദ്രത്തെ എങ്ങനെ വിശ്വസിക്കും? ഒരു ശകലം തീഷ്ണായസം ബുദ്ധി സാമർഥ്യങ്ങളിലൂടെ സുന്ദരമായൊരു വാച്ചായി പരിണാമപ്പെടുന്നു. അതുപോലെ വിവേക വൈരാഗ്യങ്ങളിലൂടെ മനുഷ്യനെ മഹർഷിയായി രൂപാന്തരപ്പെടുത്തരുതോ? അനശ്വര പ്രശാന്തി പ്രാപ്തിക്ക് ഉതകുന്ന പവിത്ര ഗ്രന്ഥങ്ങൾ എല്ലാ മതങ്ങളിലുമുണ്ട്. തീർത്ഥാടകനെ തന്റെ ലക്ഷ്യപ്രാപ്തിക്ക് സഹായിക്കുന്നവയാണ് തീർത്ഥാടനങ്ങൾ. കുറച്ചു കാലം അവൻ അവിടെ താമസിക്കുമ്പോൾ യാത്രയുടെ അടുത്ത പടിയെക്കുറിച്ച് നിർദ്ദേശം ലഭിക്കുന്നു. അവൻ ക്ഷണം തീർത്ത് യാത്ര തുടരുകയും ചെയ്യുന്നു. ആധ്യാത്മിക ബന്ധ സുരക്ഷിതത്വത്തെ ചെയ്യുന്നത്. നാം ഒരു പടം തൂക്കുന്നവരിൽ ആണി അടിക്കാറുണ്ട്. പക്ഷേ പടം തൂക്കുന്നതിന് മുമ്പ് ആണി ഉറച്ചിട്ടുണ്ടോ എന്ന് ഇളക്കി നോക്കും. അത് ഇളകുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നാം ധൈര്യമായി പടം തൂക്കുന്നു. പരീക്ഷണങ്ങളെ സ്വാഗതം ചെയ്യണം. അവ നമുക്ക് ആത്മവിശ്വാസവും അഭിവൃദ്ധിയും ഉണ്ടാക്കി തരുന്നു. സ്വാനുഭവത്തിൽ വിശ്വസിക്കൂ. മറ്റുള്ളവർ പറയുന്നത് ചെവിക്കൊള്ളേണ്ട. നിങ്ങളുടെ അനുഭവത്തെ വിശ്വസിക്കൂ. ആത്മാനന്ദത്തെ പ്രദാനം ചെയ്യുന്നതിനെ വിശ്വസിക്കൂ. വിശ്വാസത്തിന്റെ ആധാരമാണത്. ഒരു വസ്തു ഉപ്പാണോ പഞ്ചസാരയാണോ എന്ന് വല്ലവരോടുമൊക്കെ എന്തിനാണ് ചോദിച്ചറിയുന്നത്? ഇതിനെക്കുറിച്ച് അന്വേഷിച്ചറിയുന്നത് വിഡിത്തമല്ലേ? ഒരു ശകലമെടുത്ത് നാവിലിട്ടാൽ കാര്യം മനസ്സിലാകുമല്ലോ. നിങ്ങളുടെ അനുഭവത്തിലൂടെ പഞ്ചസാരയാണെന്ന് തെളിയപ്പെട്ടതിനെ അതിന്റെ പറഞ്ഞതിലോ പറയുന്നതിനായി പറയും. കിട്ടുന്നതിനെല്ലാം ജ്ഞാനം സമ്പാദിക്കൂ. നാനാവിധ ഗുരുക്കന്മാർ കാര്യങ്ങളെ ഞങ്ങളെ ഉപദേശിക്കുന്നു. ശ്രവണത്തിലൂടെ ശ്രവണം ചെയ്ത് എല്ലാ പശ്ചാത്തലങ്ങളും പരിധികളും എല്ലാം പ്രക്രിയയാണ് നിധിധ്യാസനം. മനനം ചെയ്തത് ബോധമണ്ഡലത്തിൽ അഗാധമായി ഉറപ്പിച്ച് ആധ്യാത്മികതയുടെ ഭാഗവാക്കാക്കണം. കൃഷ്ണനെ കാണുവാനും മുരളി കേൾക്കുവാനുമുള്ള തൃഷ്ണ, കൃഷ്ണനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു കിട്ടുവാനുള്ള മോഹം, കൃഷ്ണ തത്വത്തെ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കുവാനുള്ള ആകാംക്ഷ, ഈ തൃഷ്ണയത്ര ഏറ്റവും ആരോഗ്യകരവും ശാന്തിപ്രദായകവും. മനസ്സാകുന്ന കുരങ്ങനെ പിടിച്ചുകെട്ടി നിയന്ത്രിക്കുവാൻ കൃഷ്ണഭക്തി എന്ന ചങ്ങല തന്നെ വേണം. കൃഷ് എന്ന പദത്തിന് ആകർഷിക്കുക എന്നർത്ഥം. അതിന് ഉദാഹരണമാണ് ആകർഷണം എന്ന നാമശബ്ദം. യമുനാതീര വിഹാരിയോടുള്ള ആകർഷണം അനിവാര്യ അദ്വൈത പണ്ഡിതനായ മധുസൂദന സരസ്വതി ശാസ്ത്രങ്ങൾ പഠിപ്പിച്ചുവെങ്കിലും തന്റെ ഹൃദയം ഓടക്കുഴൽ ഊതുന്ന ഗോപകുമാരനെ ആരാധിക്കുവാനാണ് എന്ന് ശുഗർ പറഞ്ഞു. താൻ അന്ത്യശ്വാസം വലിക്കുമ്പോൾ അയൽപ്പീ ചൂടി ഓടക്കുഴൽ വായിക്കുന്ന അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ലൈംഗിക മോഹങ്ങളിൽ നിന്നും മനസ്സിനെ വലിക്കുന്നു. ആകർഷണത്തിന്റെ മറ്റൊരു പ്രവർത്തന രീതി. കൃഷ്ണൻ നമ്മുടെ മനസ്സിനെ തന്നിലേക്ക് ആകർഷിക്കുമ്പോൾ മനസ്സ് മറ്റെല്ലാത്തിൽ നിന്നും വേറിട്ട് വലിക്കപ്പെടുന്നു. കാരണം മറ്റെല്ലാം തന്നെ തുച്ഛമായി തീരുന്നു, വിലയില്ലാതാകുന്നു. നാം കൃഷ്ണഗൃഹീത മാനസന്മാരാകുന്നു. ശാന്തിക്കും ആനന്ദത്തിനും ബുദ്ധിക്കുമുള്ള മനുഷ്യന്റെ അഗാധ തൃഷ്ണയെ കൃഷ്ണൻ തൃപ്തിപ്പെടുത്തുന്നു. അതിനാൽ കൃഷ്ണനെ മേഘശ്യാമൻ എന്ന് പറയുന്നു. കാർമേഘത്തെ പോലെ കടും നീല. കാർമേഘത്തെ കാണുന്നത് തന്നെ സുഖകരമാണ്. കൃഷ്ണൻ പങ്കജാക്ഷനാണ്, പങ്കജഹസ്തദളനാണ്, പങ്കജചരണനാണ്. താമര കുളിർമയുള്ള ശാന്തമായ അഗാധ തടാകത്തിലെ ശുദ്ധജലത്തെ ദാഹശമനിയായ ജലത്തെ ഓർമ്മിപ്പിക്കുന്നു. മീര, ചൈതന്യ, രാമകൃഷ്ണ, സൂർദാസ് ഇവരെല്ലാം ആ നാമാമൃത ആസ്വാദനം അറിഞ്ഞവരായിരുന്നു. കൃഷ്ണചരിതം. മുരളിയുടെ വശീകരണ രാഗമായി കേൾക്കപ്പെട്ട ഹൃദയമുഖരിതമായ ദിവ്യനാദത്തിനും സകാര പ്രഭുദർശനത്തിനുമുള്ള തൃഷ്ണ വളർത്തിയെടുത്തിട്ടുള്ളവർക്ക് മാത്രമേ യഥാർത്ഥ രാധാതത്വം മനസ്സിലാക്കുവാൻ കഴിയൂ. കൃഷ്ണൻ ഗോകുലത്തിൽ ജനിച്ചു, വൃന്ദാവനത്തിൽ വളർന്നു, മധുരക്ക് പോയി, അവസാനം ദ്വാരകയിൽ ഗൃഹമുറപ്പിച്ചു. സാധകൻ ഇതിന്റെ താല്പര്യം ഇങ്ങനെ ഗ്രഹിക്കണം. ഹൃദയ ഗോകുലത്തിൽ കൃഷ്ണൻ ജനിക്കട്ടെ, വൃന്ദാവന അന്ധകരണത്തിൽ കൃഷ്ണൻ വിഹരിച്ചു വളരട്ടെ, മധുരാചിത്തത്തിൽ ഉറപ്പിക്കപ്പെടട്ടെ, അവസാനം ദ്വാരകാധിപതിയായി പ്രശാന്തമായ ബോധമണ്ഡല തലത്തിൽ തിരമാലകളുടെ മധ്യത്തിൽ ദ്വാരകപ്പെട്ട ആനന്ദത്തിന്റെ പ്രതീകമാണ്. കാര്യങ്ങൾ ശ്രദ്ധിക്കണം.
ജ്ഞാനവും വൈരാഗ്യ രണ്ട് സുരക്ഷിത വരുത്തുന്ന അംഗരക്ഷകർ. അവരില്ലെങ്കിൽ രാജാവിന് രക്ഷയില്ല. കൃഷ്ണതൃഷ്ണ വളരുക. ആധ്യാത്മിക തലത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യകരമായ ഒരു സൂചനയാണ് കൃഷ്ണതൃഷ്ണ. അതില്ലെങ്കിൽ ഭവരോഗം പിടിപെടുന്നു. ലൗകികരെ ബാധിക്കുന്ന ദാരുണ രോഗം. അതിന്റെ അടയാളങ്ങളാണ് ധനവും ആരോഗ്യവും ഉള്ളപ്പോൾ തന്നെ ഉണ്ടാകുന്ന ദുഃഖം, അതൃപ്തി, വേദന എന്നിവയെല്ലാം. ദിവ്യഗ്രന്ഥ പാരായണം, സത്സംഗം, ദയാലുവായ ഒരു ഗുരുവിൽ നിന്നുള്ള ശിക്ഷണം, നിരന്തര ജപ അഭ്യാസം എന്നിവയിലൂടെയെല്ലാം കൃഷ്ണതൃഷ്ണ ശീലിപ്പിച്ചെടുക്കാം. ഒരിക്കൽ ശീലിച്ചാൽ ആ തൃഷ്ണ തന്നെ അതിനെ ശമിപ്പിക്കുന്ന സ്ഥലത്തേക്കും ആളുകളിലേക്കും നിങ്ങളെ ആനയിക്കും. അതാണ് ആധ്യാത്മിക അന്വേഷണങ്ങളുടെ ഗുണം. ഇതിനെ എളുപ്പമാക്കി തീർക്കും. ചന്ദ്രരുടെ ഇക്കാലത്തെ അനർത്ഥം. അതുപോലെ അഥവാ കൂടുതൽ ഒരു ഡോക്ടറെ നിർണ്ണയിക്കാൻ കഴിയും. അത് മറ്റൊരു രോഗികളല്ല. അസൂയ, അത്യാർത്തി, ആശാപാശം, അഹംഭാവം എന്നീ രോഗങ്ങളുള്ള ഒരാൾക്ക് കൃഷ്ണനായി മൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വൈഹായ നിരാകാര നാമാതീത തത്വത്തെക്കുറിച്ച് വിധി പറയുവാൻ കഴിയില്ല. കൃഷ്ണനെ നീലവർണ്ണനായി വർണ്ണിക്കുന്നു. കൃഷ്ണൻ ആകാശത്തെ പോലെ അനന്തനും അചിന്ത്യനുമാണ്. കണ്ണുകളാൽ കൽപ്പിക്കപ്പെടുന്ന നിറമത്രേ നീല. ആകാശത്തിന് നിറമേ ഇല്ല എന്നതാണ് സത്യം. അതുപോലെ കൃഷ്ണനും നിറമോ ഗുണങ്ങളോ ഒന്നുമില്ല. എങ്കിലും കൃഷ്ണനെ അറിയുവാൻ മനക്കണ്ണ് ഒരു നിമിഷം കൽപ്പിക്കുന്നു. നല്ലവർക്ക് മാത്രമേ കൃഷ്ണാനുഗ്രഹം ഉണ്ടാകൂ. രാക്ഷസന്മാർക്ക് അമൃതം ലഭിച്ചില്ല. കാരണം അവർ അതിനെ ദുരുപയോഗപ്പെടുത്തും. ദുഷ്ടന്മാരിൽ ജ്ഞാനം സ്പർദ്ധ അത്യാഗ്രഹ തന്ത്രങ്ങൾക്ക് വേണ്ടി ശക്തിയായി മാറുന്നു. ഒരു ശക്തിയാണ്. അർക്കുന്നവർക്ക് മാത്രമേ ചെയ്യും. സ്വഭാവത്തിയായി കൃഷ്ണമഹിമാ സ്വഭാവ ശുദ്ധീകരണമില്ലാതെ ആരംഭിച്ചാൽ കൃഷ്ണ നാമോച്ചാരണം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ശുദ്ധീകരണം നിർവാര്യമാണ്. ഇങ്ങനെ മാനവൻ മാധവനാകുന്നു, മൃത്യു അമൃതമാകുന്നു. തന്മയത്തിലൂടെ ഈ മൃണ്മയം ചിന്മയമാകുന്നു. പരിപൂരണത്തിലൂടെ ഈ മൃത്പിണ്ഡം ഈശ്വരനാകുന്നു. ഇതാണ് കൃഷ്ണതൃഷ്ണയുടെ സമാപനം. ഹൃദയത്തിൽ ഊറി വരുന്ന തൃഷ്ണ. മദ്രാസിൽ വെച്ച് ഭഗവാൻ നടത്തിയ പ്രഭാഷണത്തിൽ. ഓം ജയ് സായിറാം. നന്നായിട്ട് അവതരിപ്പിച്ചു. എല്ലാവർക്കും തൃഷ്ണ വളരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അടുത്തതിനി അനുഭവം പറയാനുള്ള സമയമാണ്. ഒരു 15 മിനിറ്റിനകം അനുഭവങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. സായിറാം. പറഞ്ഞോളൂ. സാർ വേണമെങ്കിൽ വീഡിയോ ഓഫ് ചെയ്തോളൂ. കാരണം ക്ലാരിറ്റി കുറയുന്നുണ്ട്. വേണമെങ്കിൽ വീഡിയോ ഓഫ് ചെയ്തോളൂ. ഉണ്ട്. അത് മസ്കറ്റിലായിരുന്നു കുറേ വർഷം. ഇപ്പൊ ഒരു 12 വർഷമായി നാട്ടിൽ വന്നിട്ട്. ഞാനൊരു ബാലവികാസ് ഗുരുവാണ്. 10-25 വർഷമായി. എന്നെപ്പറ്റി പറയാൻ അത്രയേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോ താമസിക്കുന്നത് തളിപ്പറമ്പ് എന്ന് പറഞ്ഞ നാട്ടിലാണ്, കണ്ണൂരുള്ള. എല്ലാവർക്കും അറിയുന്നവരെ, കാസർഗോഡിലുള്ളവർക്ക് അറിയാം. എന്നാലും കേരളത്തില് പിന്നെ ഭഗവാൻ ബ്രാഹ്മണരെ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ട് പരശുരാമൻ കൊണ്ടുവന്ന് താമസിപ്പിച്ച് പെരിഞ്ചല്ലൂർ എന്ന് പറയുന്ന മഹത്തായ പ്രസിദ്ധമായ എൻ്റെ അച്ഛന്റെ ജന്മസ്ഥലമായ തളിപ്പറമ്പിൽ ഞാൻ താമസിക്കുന്നു. അത് പറയാനൊരു ആഗ്രഹം കൊണ്ട് പറഞ്ഞത്. ഓം ശ്രീ സായിറാം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന അനുഭവം അവസാന ഭാഗത്ത് എത്തുമ്പോഴേ നിങ്ങൾക്കത് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലാവുള്ളൂ. ഇത് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ 2-3 പ്രാവശ്യം ആലോചിച്ചു. അപ്പോൾ വത്സലേച്ചിയുടെ ഒരു മെസ്സേജും കൂടെ വന്നപ്പോൾ ഞാൻ ഇത് തന്നെ തീരുമാനിച്ചതാണ്. ഞാൻ ജനിച്ചു വളർന്ന നാട് തലവിൽ എന്ന് പറയുന്നത്, അത് നിങ്ങൾക്ക് അറിയുന്ന സ്ഥലമാവണമെന്നില്ല, കണ്ണൂർ തന്നെ ഉള്ളതാണ്. അവിടെ ആദ്യമായിട്ട് ഒരു സ്കൂൾ തുടങ്ങിയത് എൻ്റെ അമ്മയുടെ അച്ഛനായിരുന്നു. അപ്പൊ ഇന്ന് താമസിക്കുന്ന സ്ഥലത്ത് എൻ്റെ അച്ഛൻ്റെ അച്ഛനും ഒരു സ്കൂൾ തുടങ്ങിയിരുന്നു. അവരൊക്കെ ഈ സാമൂഹ്യ സേവനമൊക്കെ ചെയ്തവരാണ്. അത് ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ സ്മരിക്കുന്നു. എൻ്റെ നാട്ടിലെ സ്കൂളിൽ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അതിന്റെ സിൽവർ ജൂബിലി വന്നത്. അത് അതിഗംഭീരമായി കൊണ്ടാടാനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി ഒരു നൃത്താധ്യാപകനെ ദൂരെ നിന്നും വരുത്തി. അദ്ദേഹം അവിടെ താമസിച്ച് കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ ആരംഭിച്ചു. ഞാനെന്ന് ഒരു തടിച്ച ശരീരത്തോടു കൂടിയതായതുകൊണ്ടാവാം ഒരു ഗ്രൂപ്പ് ഡാൻസിലും എന്നെ അവർ എടുത്തില്ല. സ്കൂളിലെ ഒരുവിധം എല്ലാ കുട്ടികളെയും ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ ഡാൻസ്, നാടകം, വഞ്ചിപ്പാട്ട്, കുചേലവൃത്തം, നൃത്തനാടകം, ആംഗ്യപ്പാട്ട് തുടങ്ങിയ അനേകം പരിപാടികളിലേക്ക് ഗ്രൂപ്പ് തിരിച്ചു. പക്ഷേ ഒന്നിലും ഞാനില്ലായിരുന്നു. അവസാനം 1ാം ക്ലാസ്സുകാർക്കായി ഒരു ആംഗ്യപ്പാട്ടും അവർ തീരുമാനിച്ചു. അതിൽ എൻ്റെ അനിയത്തിയും ചേർന്നു. കുറച്ചു കഴിഞ്ഞ് പ്രാർത്ഥനാ ഗാനത്തിന് 3 പെൺകുട്ടികളെ തീരുമാനിച്ചു.
അതിലും എൻ്റെ പേര് വന്നില്ല. നാട്ടിലെ എൻ്റെ ബന്ധുക്കളും കൂട്ടുകാരുമായുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ പരിപാടിയിലുണ്ട്. എൻ്റെ സങ്കടത്തിന് അതിരില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നോ സ്കൂളിൽ നിന്നോ ആരും തന്നെ അതേപ്പറ്റി ചോദിക്കുകയോ പറയുകയോ ചെയ്യുന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ദുഃഖം ഓരോ ദിവസവും കൂടി കൂടി വന്നു. അന്ന് കേവലം ഒരു 11 വയസ്സ്, 10 വയസ്സ്, 11 വയസ്സുള്ള ഒരു പ്രായം. ആരോടെങ്കിലും പറയണമെന്ന് തോന്നിയെങ്കിലും ഒന്നും തന്നെ പറയാൻ പുറത്തേക്ക് വന്നില്ല. തൊണ്ടയിൽ തന്നെ കുരുങ്ങി കടന്നതേ ഉള്ളൂ ഈ സങ്കടങ്ങള്. ആ ഒരു കുഗ്രാമത്തിലെ ഒരു സുഖ സൗകര്യങ്ങളും ഇല്ലാത്ത സാഹചര്യം, അതിൻ്റെയൊക്കെ പരിമിതികളിൽ ജീവിച്ച് അതിൻ്റെത് ആ കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് അത് മനസ്സിലാവും. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങളെയൊക്കെ കുട്ടിക്കാലം. അപ്പോ ബാറ്ററിയിൽ പാടുന്ന റേഡിയോ ഉള്ള ചുരുക്കം ചില വീടുകളിൽ ഒന്നായിരുന്നു എൻ്റേത്. അപ്പൊ പാട്ടിനോടുള്ള ഇഷ്ടം കാരണം കേൾക്കാൻ അവസരം കിട്ടിയപ്പോൾ ഗാനങ്ങൾ കുറിച്ച് വെക്കും. അങ്ങനെ കുറച്ച് പാട്ടുകൾ പഠിച്ചത് കാരണം എല്ലാ സാഹിത്യ സമാജത്തിലും എന്നെ അധ്യാപകർ പാടാൻ ഉന്തിവിടുമായിരുന്നു. ഞാൻ പോയില്ലെങ്കിൽ എന്നെ ഉന്തിവിടുമായിരുന്നു. എന്നിട്ടും ഒരു പ്രാർത്ഥനാ ഗാനത്തിന് പോലും ഞാൻ ഉണ്ടായില്ലല്ലോ എന്ന ഒരു സങ്കടം കൂടുതൽ എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഹാർമോണിയം, തബല പാടുന്ന ആൾക്കാരൊക്കെ വന്നു. ഗംഭീരമായ പരിശീലന സമയം. കുട്ടികള് എല്ലാവരും ഇതിൽ ആഘോഷ തിരക്കിലാണ്. ഞാൻ മാത്രം അത് കാണാനും കേൾക്കാനും കിട്ടിയ അവസരങ്ങൾ, ഇവരെ പ്രാക്ടീസൊക്കെ കാണാനും കൂട്ടുകാരികൾ നൃത്തം ചെയ്യുന്നതൊക്കെ നോക്കി ജനലഴിയിൽ കൂടി നോക്കി നിന്ന ആ ഒരു സന്ദർഭം ഞാനിപ്പോ ഓർക്കുവാണ്. അവരോട് അസൂയ തോന്നിയില്ല, പക്ഷെ ഉള്ളിലെ ദുഃഖം കടിച്ചമർത്തി പിടിച്ചുകൊണ്ട് ഞാൻ ഓരോ ദിവസം കഴിഞ്ഞു. പിന്നെ ഒരുപാട് മിന്നുന്ന കുപ്പായ തുണികൾ കൊണ്ടുവന്ന് എല്ലാ കുട്ടികളും ഇതിൽ ക്യൂ നിന്ന് അളവെടുക്കുന്ന ആ രംഗം ഞാൻ ഓർത്തുപോയെന്നിപ്പോ. അന്ന് ഞാനത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പിന്നെയും ദുഃഖത്തിലേക്ക് പോയി. എല്ലാ വർണ്ണങ്ങളും നിറഞ്ഞാൽ അത് കണ്ടപ്പോഴും എൻ്റെ ഉള്ളിലെ വർണ്ണം കറുത്ത നിറമായിരുന്നു. നാട് മുഴുവൻ ജൂബിലി ആഘോഷത്തിന്റെ ഉത്സവ ലഹരിയിൽ ഉണ്ടായപ്പോൾ ഞാൻ മാത്രം അവഗണനയുടെയോ ദുഃഖത്തിന്റെയോ ഒക്കെ ഒരു മാനസിക നിലയോടെ അതിന്റെ ഭാണ്ഡവും പേരി പരിതാപകരമായ ഒരവസ്ഥയിൽ ആരെയും കണ്ണിൽപ്പെടാതെ കണ്ണുകൾ നിറഞ്ഞ ഒരവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം എന്നെ വിളിച്ചത്. നൃത്ത അധ്യാപകൻ ഒരു പുതിയ ഇനം കൂടി കൂട്ടിച്ചേർക്കുന്ന അതിലേക്ക് ഞങ്ങൾ 3 കുട്ടികളെ അവർ തീരുമാനിച്ചു. പരിപാടിക്ക് അധിക ദിവസം ഇല്ലാത്തത് കൊണ്ട് ദിവസത്തിൽ 2-3 തവണ പരിശീലനം. ജൂബിലി ദിനത്തിന് 2-3 ദിവസം മുമ്പ് പ്രാർത്ഥനാ ഗാനത്തിലെ ഒരു കുട്ടിക്ക് തൊണ്ടവേദന കാരണം ഒഴിവായപ്പോൾ അധ്യാപകർ എന്നെ ഓർത്തു. ഞാൻ അവർ പഠിപ്പിച്ചു തീരും മുമ്പേ പാടിക്കൊടുത്തു. കാരണം ഞാൻ ഇതൊക്കെ കേട്ട് പഠിച്ചിരുന്നു. ഇരട്ടി മധുരം പോലെയായി എനിക്ക് ആ അനുഭവം. അങ്ങനെ ജൂബിലിയിലെ സാംസ്കാരിക പരിപാടി ദിനത്തിൽ പ്രാർത്ഥനാ ഗാനത്തിൽ ഞാൻ പാടി. നൃത്ത ഇനത്തിൽ ഏറ്റവും ഒടുവിലായി ഞങ്ങളുടെ നൃത്തം വന്നു. സ്റ്റേജിന്റെ നടുക്ക് നീളത്തിലൊരു ബെഞ്ച്, അങ്ങേ അറ്റത്ത് അതിഗംഭീരമായി ഗുരുവായൂർ അമ്പലത്തിന്റെ ശ്രീകോവിലിന്റെ പ്രതീകമായി കൃഷ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു. സ്റ്റേജിന്റെ 2 ഭാഗത്തായി 2 ആനയുടെ വലിയ കട്ടൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്തിനാണ് ചെയ്തതെന്ന് അറിയില്ല. 2-3 ദിവസം മുമ്പ് ഇതൊരു ചെയ്യുന്നത് കണ്ടിരുന്നു. ഞങ്ങൾ 2 കുട്ടികൾ, കുട്ടി പൂജാരികൾ 2 ഭാഗത്തു നിന്നും നൃത്തം ചെയ്തു വന്നു. ഞങ്ങളുടെ കയ്യിൽ 2 ചെറിയ തളികകളിൽ പഴം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പഴം ഞങ്ങൾ കൊണ്ടുവന്ന് ഒരു ബെഞ്ചിന്റെ ഇങ്ങേ അറ്റത്തെ 2 ഭാഗത്തായി വെച്ചു. അതാണ് ഇതിന്റെ ആദ്യത്തെ തുടക്കം. ഈ പാട്ട് ഏതാണെന്ന് ഞാൻ പാടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ കഥയും നിങ്ങൾക്കറിയാം. ഗുരുവായൂർ അമ്പലത്തിലെ പൂജാരിക്ക് എവിടെയോ പോകാനുള്ള ഒരു അത്യാവശ്യം വന്നപ്പം മകനെ പൂജയ്ക്ക് വേണ്ടി നിയോഗിക്കുന്നതും കൃഷ്ണൻ അന്നത്തെ നിവേദ്യം സ്വീകരിക്കാതെ കണ്ടപ്പോ കരഞ്ഞു പറയുന്ന ആ ഒരു രംഗമാണ് ആ പാട്ടിന്റെ അതിന്റെ പ്രമേയം അതായിരുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഒരു വരി ഇവിടെ പാടാം. ഗുരുവായൂരപ്പന്റെ തിരുവാമൃതത്തിന് ഉരുളി നിറച്ചും പാച്ചോറു വെച്ചു, കദളിപ്പഴം വെച്ചു, പഞ്ചാര നേദിച്ചു, തുളസിപ്പൂവിട്ടു ഞാൻ പൂജിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഡ്രസ്സ് വേണ്ടിയിരുന്നില്ല. ഞങ്ങൾ 2 പേർക്കും 2 തോർത്തായിരുന്നു. വലിയ മേക്കപ്പ് ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ അവസാന ഭാഗത്ത് ഞങ്ങൾ ഗദ്ഗതത്തോട് കൂടിയിട്ട് നമസ്കരിക്കുന്ന ഭാഗം കഴിഞ്ഞിട്ട് എന്താ നടന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം പിന്നീട് മറ്റുള്ളവർ പറഞ്ഞാണ് ഞങ്ങളത് അറിയുന്നത്. ശ്രീകൃഷ്ണൻ ശ്രീകോവിലിന്റെ ഉള്ളിൽ നിന്നും മുട്ടുകുത്തി ബെഞ്ചിൽ കൂടി നടന്നു വന്ന് 2 തളികയിൽ നിന്നും ഓരോ പഴം കഴിക്കുന്നതാണ് അവസാന രംഗം ഉണ്ടായിരുന്നത്. ഈ സമയത്ത് പുറത്ത് വെടിയൊച്ചകൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. കർട്ടൻ ഇടും മുമ്പ് തന്നെ തുടങ്ങിയ നിർത്താതെയുള്ള കരഘോഷം ഏറെ നേരം നീണ്ടുനിന്നു. അങ്ങനെ ജൂബിലി ദിനത്തിലെ ഏറ്റവും നല്ല പരിപാടിയായി അതിനെ എല്ലാവരും വാഴ്ത്തുന്നത് കേട്ടപ്പോൾ ഞാനെന്ന കൊച്ചുകുട്ടിയിൽ വിസ്മയവും കൗതുകവും സന്തോഷവും ഒക്കെ നിറഞ്ഞു.
അഗാധ ദുഃഖത്തിൽ നിന്നും അനിർവചനീയമായ ആനന്ദത്തിലേക്ക് എത്തിയ ആ അനുഭവം ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. എൻ്റെ അച്ഛനൊരു കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. എൻ്റെ അമ്മയുടെ നാട്ടിലും ഞാൻ ഇന്ന് താമസിക്കുന്ന അച്ഛൻ്റെ നാട്ടിലും കമ്മ്യൂണിസം വളരാൻ കഠിനമായി യത്നിച്ച അദ്ദേഹം വീട്ടിൽ ഒരു അതിഥിയെ പോലെ വരിക മാത്രമാണ് ചെയ്യാറ്. പക്ഷേ എപ്പോഴോ അച്ഛൻ സത്യസായിൽ എത്തിയിരുന്നു. വളരെ ചെറുപ്പത്തിലുള്ള സായിയുടെ ഒരു ഫോട്ടോ ഞങ്ങളുടെ വീടിന്റെ ചുമരിൽ ഞാൻ കണ്ടിരുന്നു. ആ ഫോട്ടോയെ ഒരിക്കലും ഞാൻ ഇന്ന് ഭഗവാന്റെ ഫോട്ടോ നോക്കുന്ന ആരാധനയോടെ നോക്കിയിട്ടേയില്ല. അന്നത്തെ സാഹചര്യം കാരണം അച്ഛനോട് അതേപ്പറ്റി ഒന്നും ചോദിക്കാനും കഴിഞ്ഞില്ല. കാരണം ആ കാലഘട്ടങ്ങളിൽ അച്ഛനോടൊക്കെ എന്തെങ്കിലും ചോദിക്കാന്നൊക്കെ പറയുന്ന ഒരു തെറ്റായൊരു ചിന്താഗതിയുള്ളൊരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും ഒരിക്കലും ചോദിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഭഗവാനെ അറിയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ അധികം ഉറപ്പായി. അന്നത്തെ 5ാം ക്ലാസ്സുകാരുടെ ദുഃഖത്തിന് അറുതി വരുത്തിക്കൊണ്ട് ദുഃഖത്തോടെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്ന ഒരു പൂജാരിക്കുട്ടിയുടെ വേഷം തന്ന് എന്നെ അനുഗ്രഹിച്ച് സന്തോഷത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചത് സർവദേവത അതീത സ്വരൂപനായ ഭഗവാനല്ലാതെ മറ്റാരാണ്? സർവജ്ഞനായ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ ദേവനല്ലാതെ മറ്റാർക്കാണ് ഇത്തരം അത്ഭുതങ്ങൾ നടത്താൻ കഴിയുക? നമ്മൾ ജനിക്കുന്നതിന് മുമ്പും പിമ്പും ഇനിയും ആ ഭഗവാൻ തന്നെയാണ് നമ്മെ നടത്തുന്നത്. ദുഃഖത്തെ അറിയാതെ സുഖത്തെ അറിയാൻ പറ്റില്ലല്ലോ. എല്ലാറ്റിനും കരുണാമയനായ ഭഗവാൻ നന്ദി. ഇന്ന് ചേച്ചിയുടെ മെസ്സേജ് വന്നപ്പോഴാണ് ഞാൻ ഇതന്നെ തീരുമാനിച്ചത്. നമ്മൾ മറന്നുപോയ അനുഗ്രഹങ്ങളിലൂടെ തിരിഞ്ഞു നോക്കാൻ ഒരു അവസരം എന്ന് വത്സല ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടപ്പം എനിക്ക് ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പറയേണ്ടതെന്ന് തോന്നി. ഭഗവാൻ എൻ്റെ ഉള്ളിലിരുന്ന് പറഞ്ഞു, ഇത് പറയൂ. ഇതാണ് ഞാൻ ഈ അനുഭവം തന്നെ പറയാൻ ഉണ്ടായ കാരണം. എല്ലാവർക്കും സായറാം. സമയമുണ്ട്. 1-2 അനുഭവങ്ങളും കൂടെ വേണമെങ്കിൽ പങ്കുവയ്ക്കാം. റേഡിയോ സൈലെത്തിയ പറഞ്ഞോളൂ. റേഡിയോ സൈലെത്തിയ പറയാം, മനസ്സില. ഇതുപോലെ തന്നെയാണ് ഒരുപാട് അനുഭവങ്ങൾ. ഇങ്ങനെ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ദുഃഖം തരും, പിന്നെ ഭഗവാൻ കൈപിടിച്ച് മേലെ കൊണ്ടുവരും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് പോലും അറിയില്ല. ആലോചിച്ച് വരുമ്പോൾ ഞാൻ റേഡിയോ സൈലെത്തിയതും അവിചാരിതമായിട്ടായിരുന്നു. അവിടെ എത്തിയ അനുഭവമൊക്കെ വിവരിക്കുമ്പോൾ കുറേ പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ സമയം അങ്ങനെ പോകും. അവിടെ എത്താന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അത് ഭഗവാൻ വിചാരിച്ചാൽ മാത്രം നടക്കുന്നതാണെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അവിടെ എത്തി ഇപ്പം വത്സല ചേച്ചിനെ പോലെയുള്ള പ്രതിഭകളെ കാണാനും കണ്ടുമുട്ടി അവരോട് സംസാരിക്കാനും ഒക്കെ ഒരു അവസരം ഭഗവാൻ തന്നു. 2 ദിവസം മുമ്പ് ഞങ്ങൾ സംസാരിച്ചതാ. ഇന്ന് ഞാൻ ഈ അന്തർശുചീകരണ യജ്ഞത്തിലേക്ക് പങ്കെടുക്കുന്നതൊക്കെ ഭഗവാന്റെ മായല്ലേ. വേറെ ആർക്കാ ചെയ്യാൻ പറ്റുക? ഇത്രയും വലിയ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ഭഗവാന്റെ സങ്കല്പങ്ങളാ. ഭഗവാൻ അത് തീരുമാനിച്ചു വെച്ചതായിരിക്കാം, അതിങ്ങനെ നടക്കുന്നു. അപ്പോ പിന്നെ ഞങ്ങൾ മസ്കറ്റിൽ ഉള്ള സമയത്ത് ബാലവികാസിൽ ഉണ്ടായപ്പോഴും കുറേ അനുഭവങ്ങൾ ഇങ്ങനത്തെ ഉണ്ടായിരുന്നു. കുറേ വിഷമങ്ങൾ ഭഗവാൻ തരും. പക്ഷെ അവസാനം ഭഗവാൻ നമ്മൾ സന്തോഷത്തിൽ തന്നെ അതെല്ലാം പര്യവസാനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ അനുഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ എന്നാലും ദുഃഖം വരുമ്പോൾ മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു ബലഹീനതയാണ്. ദുഃഖം വരുമ്പോൾ നമ്മൾ ആ ദുഃഖത്തിലേക്ക് അങ്ങ് പെട്ടുപോകും. അതിനെ അതേപോലെ ഭഗവത്ഗീത പറയുന്നത് സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ പ്രാവർത്തികമാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ദുഃഖം വരുമ്പോ അപ്പൊ സഹിക്കാൻ തോന്നും, സഹിക്കാൻ ബുദ്ധിമുട്ടാകും. പക്ഷെ ഭഗവാൻ സുഖം തന്നെ പിന്നെ തരും. വളരെ അമൂല്യമായ നിധി പോലെ ഭഗവാൻ. ഇന്ന് ഞാൻ എന്താണ് മസ്കറ്റിൽ പോയിട്ട് ഇത്ര വർഷം ജീവിച്ചിട്ട് നിങ്ങൾ നേടിയത് ആരെങ്കിലും ചോദിച്ചു ഞാൻ പറയും, ഞാൻ സത്യസായി ഭഗവാനെ നേടി. ഈ ലോകത്തില് ഏറ്റവും വിലമതിക്കുന്നത് ഒരു അമൂല്യമായ ഭഗവാനെ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് എന്തിന്റെ ആവശ്യമുള്ളത് എന്നുള്ള ആ ഭാവം ഇന്ന് മനസ്സിൽ ഭഗവാൻ എൻ്റെ നിറച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ അനുഭവങ്ങളിൽ കൂടിയിട്ട്. അപ്പൊ ഇത്രയൊക്കെ ഇന്നൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഇന്ന് രാവിലെ ചേച്ചി വിളിച്ച് പറഞ്ഞത് പെട്ടെന്ന് ഉണ്ടായൊരു ഇന്നലെയാണ് പുട്ടവർത്തിയിൽ നിന്ന് എത്തിയത് സേവനം കഴിഞ്ഞിട്ട്. അപ്പൊ അതെല്ലാം കൂടി ഒരു തിരക്കിൽ പെട്ടതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്. പിന്നെ കുറെ കാര്യങ്ങളുണ്ട്. ഇനി ഒരു അവസരം വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാൻ, പകുതി പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി കൂടുതൽ പറയണോ ചേച്ചി? സായറാം. ഇനി ഒരു അവസരത്തില് കൂടുതൽ പറയാം. അവസരം തരാം കേട്ടോ. സായറാം. പ്രസന്റേഷന്റെ സമയമാണ്. ఇన్ని అవస్థలు ఎందుకోసం పడ్డాను? Why should they suffer? ఈ యొక్క లంకకు దీని సముద్రానికంతా వంతెన ఎందుకు కట్టించాను? Why should they construct the bridge across the ocean? కదా. Is it for నీ free? సత్యం నాకు తెలుసును. I know this truth. నీ పవిత్రత నాకు తెలుసును. I know your sanctity. కానీ లోకులో కాకులు. But people are crows. అప్పుడు చెప్పింది ఈ యొక్క సీత చక్కని మాట. Then Sita said nicely. కాకులు కూతలు కూస్తున్నాయని కోకిల తన గానము తాను మానుకుంటుందా రామా? Because crows, they go on crowing. Will nightingale ever keep quiet? లోకులో కాకులు, వాళ్ళు కాకులు మాదిరి కూస్తున్నారు. People are like crows, they go on కానీ crying like నీవు that. కోకిలవు కదా, నీవు కూడా నువ్వు దానికోసం భయపడటం ఎందుకు? But you are a nightingale. Why should we be afraid of this situation?
అందరు కూడా విభీషణుడు వీరందరూ కూడా సత్యం 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 అన్నారు. Vibhishana, everybody said it is truth and truth. తనలోని దోషములు తనకు కనిపించవు. You don't know your own mistakes, పరులోని దోషములే పెద్దగా కనిపిస్తుంటాయి. but you find mistakes in others in a కానీ big way. రామునికి అట్ట కాదు. But Rama is not- రాములో ఆ దోషం కూడా లేదు. Rama has no mistake at all. కానీ ఆదర్శాన్ని ప్రజలకు అందించాలి. But the ideal has to be demonstrated to the society. అందువల్ల ఆమె అగ్నిలో ప్రవేశింపజేసేటప్పటికి అగ్ని కూడా చల్లారింది. The moment Sita jumped ఆ into the అగ్నిదేవుడే fire, వచ్చి is రాములకు extinguished. చెప్పాడు, The god of fire మహా appeared there. పవిత్రమైనటువంటి వనిత ఈ యొక్క సీతాదేవి, Sita Devi is highly sacred. సాక్షాత్ లక్ష్మీదేవి, She is very embodiment of Lakshmi. మనరహితమైనటువంటి హృదయురాలు, She has got compassion. కలుషరహితమైనటువంటి హృదయురాలు She has got very pure heart. అని ప్రబోధించేటప్పటికి అప్పుడు సీతను తీసుకున్నాడు. Then he accepted Sita. സായിരാം, ഇനി ഭജനയ്ക്കുള്ള സമയമാണ്. അരുന്ധതിമ്മ ഒരു ഭജന പാടിക്കോളൂ. സായിറാം, ഇന്ന് കൃഷ്ണനെ പറ്റി തന്നെ കൂടുതൽ പറയാൻ ഭഗവാൻ പ്രേരിപ്പിച്ചതുകൊണ്ട് ഒരു കൃഷ്ണ ഭജന പാടുന്നു. വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ, വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ, നീലമേഘ സുന്ദര നാരായണ ഗോവിന്ദ, വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ, ഭക്തഹൃദയ മന്ദാര ഭാനുകോടി സുന്ദര, ഭക്തഹൃദയ മന്ദാര ഭാനുകോടി സുന്ദര, നന്ദനന്ദ ഗോപവൃന്ദ നാരായണ ഗോവിന്ദ, ആനന്ദനന്ദ ഗോപവൃന്ദ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ഗോവിന്ദ, ഹരിനാരായണ ഗോവിന്ദ, ഹരിനാരായണ ഗോവിന്ദ, നാരായണ ഗോവിന്ദ, നാരായണ ഗോവിന്ദ, നാരായണ ഗോവിന്ദ, നാരായണ ഗോവിന്ദ, ഹരിനാരായണ ഗോവിന്ദ, നാരായണ ഗോവിന്ദ, ഹരിനാരായണ ഗോവിന്ദ, വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ. എല്ലാവർക്കും സായിറാം. സായിരാം, പറഞ്ഞതെല്ലാം പാടും. നല്ല ഭജനയായിരുന്നു. ഇനി നല്ലൊരു സ്പീക്കറാണ് അരുന്ധതി. ഈസ് എ വെരി ഗുഡ് സ്പീക്കർ ഓൾസോ. നല്ല റൈറ്ററാണ്, സ്പീക്കറും. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. സായി ഉപമ. ഇന്നത്തെ സായി ഉപമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഭഗവാൻ താൻ ചിരശക്തി രൂപമാണ് എന്ന് അനൗൺസ് ചെയ്ത ആ ഒരു പ്രഭാഷണത്തിലെ ഒരു ഭാഗമാണ്. അതായത് 1963 ഒരാഴ്ച ഭഗവാന് വലിയ ഒരുപാട് ഹൃദയാഘാതങ്ങളും പക്ഷാഘാതവും ഉണ്ടായി. എല്ലാവരും കരച്ചിലായിരുന്നു. ഭഗവാൻ ഡോക്ടേഴ്സ് ഒന്നും വരാൻ സമ്മതിക്കില്ല. അങ്ങനെ അവസാനം ഗുരുപൂർണിമ ദിവസം കസ്തൂരി സ്വാമിയും പിന്നെ അന്ന് അവിടെ പാട്ടിന് ഉണ്ടായിരുന്ന അവരെല്ലാവരും കൂടെ ചേർന്ന് താങ്ങിയെടുത്ത് ഭഗവാനെ മന്ദിരത്തിലെത്തിച്ചു. മന്ദിരത്തിലാണ്, അന്ന് പൂർണ്ണേന്ദ്ര ഹാളൊന്നുമില്ല. മന്ദിരത്തിൽ വന്നപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഭഗവാനെ കണ്ട് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അപ്പൊ സ്വാമി വലത്ത് കയ്യില് ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവരാൻ വളരെ ഫീബിളായിട്ടുള്ള ശബ്ദത്തിൽ പറഞ്ഞു. വലത്ത് കയ്യില് കൊണ്ട് വെള്ളമെടുത്ത് ഇടത്ത് ഭാഗമാണ് തളർന്നു പോയത്. എന്നിട്ട് ഇടത്ത് ഭാഗത്ത് തളിച്ചു. പെട്ടെന്ന് തന്നെ ഭഗവാന്റെ മനോഹരമായ ശബ്ദത്തില് പ്രേമ സ്വരൂപലാര എന്നുള്ള ശബ്ദം അവിടെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഭഗവാൻ അനൗൺസ് ചെയ്തു, ഞാൻ ശിവശക്തി സ്വരൂപനാണ് എന്ന്. അപ്പൊ അന്ന് പറഞ്ഞ പ്രഭാഷണത്തിലെ ഒരു ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഭഗവാൻ അത് സ്വീകരിച്ചതെന്നാണ് ഇന്നത്തെ സായി ഉപമ. ത്രേതായുഗത്തിൽ കൈലാസപർവ്വതത്തിൽ വെച്ചുണ്ടായ ഭരദ്വാജ ഋഷിയുടെ അനുഭവം, അന്ന് ഭഗവാൻ മഹാദേവൻ അരുളിയ പ്രതിജ്ഞ നിറവേറ്റപ്പെടേണ്ടതുണ്ട്.
സ്വാമി ഏറ്റെടുത്ത ആ കഷ്ടപ്പാട് ഭഗവാൻ ഭക്തന് നൽകിയ ആ ഉറപ്പിന്റെ പരിപാലനത്തിനു വേണ്ടിയായിരുന്നു. പക്ഷാഘാതവും അതിനെ സുഖപ്പെടുത്തലും സംഭവിച്ചേ തീരൂ. ത്രേതായുഗത്തിൽ നൽകിയ വാഗ്ദാനത്തെ ആദരിക്കേണ്ടതുണ്ട്. ഒരു സാധുവും ദുർബലനുമായ ഭക്തന് നേരിടേണ്ടിയിരുന്ന ആ ഹൃദയാഘാതങ്ങൾ അയാൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അത് ഏറ്റെടുക്കുന്നതിനുള്ള ഒരു കാരണം കൂടി ആയിരുന്നു ഇത്. ഒരു തീവണ്ടി എഞ്ചിൻ ഒരു ബോഗി മാത്രം വലിക്കുവാനുള്ള അല്ല, അനേകം ബോഗികൾ തയ്യാറാകുന്നത് വരെ അത് പ്രവർത്തിപ്പിക്കുന്നില്ല. അതുപോലെ ഈ രോഗം ഞാൻ ഏറ്റെടുക്കേണ്ടത് ഭക്തനെ രക്ഷിക്കുക, ഭരദ്വാജ ഋഷിക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുക, എൻ്റെ ശിവശക്തി സ്വരൂപം എന്ന രഹസ്യം വെളിപ്പെടുത്തുക. ഇങ്ങനെ ഈ മഹത്തായ ചമത്കാരങ്ങളിലൂടെ അവതാരം ശിവശക്തിയാണെന്ന് വെളിപ്പെടുത്തുക തുടങ്ങിയ അനവധി കാര്യങ്ങളാണ് ഒരു സംഭവത്തിലൂടെ നേടുവാനായത്. ജയ സായിരാം. സായിരാം. ഇന്ന് പങ്കെടുത്ത 154 ദിവസം പങ്കെടുത്ത എല്ലാ സായി ഭക്തർക്കും ഭഗവാന്റെ നിറഞ്ഞ അനുഗ്രഹം ഉണ്ടാകട്ടെ. അരുന്ധതി മാമിനും കുടുംബത്തിനും ഭഗവാന്റെ അനുഗ്രഹം നിറച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാന്തി മന്ത്രത്തോടെ അവസാനിപ്പിക്കാം. സായിറാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ